ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ റീപ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നീറ്റ് 2026 കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ മാർക്കൊക്കെ നോക്കി റിസൾട്ടൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന ആളുകളുണ്ട്. റിസൾട്ട് പല എക്സ്പെക്റ്റേഷൻസ് ഡിഫറെൻറ്റ് തരത്തിലാണ്. ചില ആളുകൾ ഓൾറെഡി MBBS കിട്ടുമെന്ന് ഉറപ്പിച്ച ആളുകൾ, MBBS കിട്ടില്ല എന്ന് ഉറപ്പിച്ച ആളുകൾ, കട്ട് ഓഫിൽ നിന്നിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് സംശയിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ പ്ലാനുകൾ, അതുപോലെ 2027 പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്ലാനുകളാണ് പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷനിലൂടെ എക്സാം ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ തകിടം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്കത് എന്ത് ചെയ്യാം, ഓരോരോ ഘട്ടമായിട്ട് തന്നെ നമുക്ക് കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് പോയി നമുക്കൊന്ന് ഘട്ടമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ നീറ്റ് 2026 എസ്പെഷ്യലി നീറ്റ് 2026 അറ്റംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നീറ്റ് 2027 അറ്റംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കുമ്പോൾ താഴെ പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു 3 ഗ്രൂപ്പുകളായിട്ട് എല്ലാവരെയും നമുക്കൊന്ന് തരംതിരിച്ച് നോക്കാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി നീറ്റ് 2026 എക്സ്പെക്ട് ചെയ്ത, അല്ലെങ്കിൽ നീറ്റ് 2026 വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളാണ്, ട്രൈ ചെയ്ത ആളുകൾ. ഇപ്പോൾ നീറ്റ് 2026 വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് രൂപത്തിലായിരിക്കും ട്രൈ ചെയ്തിട്ടുണ്ടാവുക. ചില ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു മോഡിൽ ഓൺലൈനിലോ ഓഫ്ലൈനോ റെസിഡൻഷ്യലൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത ആളുകളുണ്ടാവും. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചിട്ട് നീറ്റ് 2026 ട്രൈ ചെയ്ത ആളുകളുണ്ടാവും. ക്രാഷ് ബാച്ചിൽ പഠിച്ചിട്ട് നീറ്റ് 2026 ട്രൈ ചെയ്ത ആളുകളുണ്ടാവും. ഇങ്ങനെ ട്രൈ ചെയ്ത ആളുകൾ ഡിഫറെൻറ്റ് രൂപത്തിൽ, പ്രിപ്പറേഷൻ ലെവൽ പലരുടെയും ഡിഫറെൻറ്റും ആയിരിക്കും എന്നുള്ളതാണ് കാര്യം. ഇതിനകത്ത് ആ കൂട്ട ആളുകളുടെ ഡിസിഷൻസിൽ അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് ആലോചിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ 2026 നീറ്റ് വേണം, അല്ലെങ്കിൽ നീറ്റ് 2026 നീറ്റിൽ ക്വാളിഫൈ ചെയ്ത് ഒരു ഗവൺമെൻറ് MBBS സീറ്റിലേക്ക്, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ആളുകളായിരുന്നു. സോ ഇങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നിൽക്കുന്ന നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരേ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ 2026 നീറ്റിൻ്റെ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, രണ്ടാമത് വീണ്ടും ഇരിക്കുക എന്നുള്ളതാണ്. സോ എത്ര സമയം നമുക്ക് കിട്ടുമായിരിക്കും എന്ന് വെച്ചാൽ 1 month നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. മേ ബി 1.5 months കിട്ടിയേക്കും. പക്ഷെ നമ്മളൊരു മിനിമം ടൈമിൽ തന്നെ എടുത്തിട്ട് 1 month കൊണ്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു സംഗതിയിലേക്ക് തന്നെ കൊണ്ടുപോകാം. ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ക്രാഷിൻ്റെ അലോട്ട്മെൻറ്റ്, ക്രാഷിൻ്റെ അഡ്മിഷനൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 month കൊണ്ട് 0-ൽ നിന്ന് നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യം അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. 1 month കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങളുടെ കറണ്ട് ലെവലാണ്. കറണ്ട് ലെവലിൽ നിന്ന് മേളിലേക്ക് നല്ല രൂപത്തിൽ പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന ഉണ്ടാവുക. എത്രയായിരിക്കും ഒരു കട്ട് ഓഫ് മാർക്ക്, സേഫ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഒരു കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന കട്ട് ഓഫ് 650 മാർക്കാണ്. 650ൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും, പറ്റിയാൽ കേരളത്തിൽ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു 650ലേക്ക് എത്തുക എന്നുള്ളതാണ് സാധ്യത. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവുക മിനിമം സമയം ഒരു 4 ആഴ്ച, ചിലപ്പോൾ 6 ആഴ്ച വരെയോ, ചിലപ്പോൾ അത് 7 ആഴ്ചയോ 8 ആഴ്ച വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. 2026 നിങ്ങളുടെ ലക്ഷ്യം. 2026 തന്നെ MBBSന് വേണം, അല്ലെങ്കിൽ ഇതൊരു തീരുമാനമാക്കണം. MBBS വേണമെന്ന് മാത്രമൊന്നുമല്ലല്ലോ, ഇതിലൊരു തീരുമാനം ഞാൻ 2026 എടുക്കും, 2026 ഞാനൊരു കോളേജിൽ ജോയിൻ ചെയ്യുന്നുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി റീനീറ്റിന് വേണ്ടിയിട്ട് ഇനിയുള്ള ഒരു 4, 5, 6, 7 ആഴ്ചകളൊക്കെ ഇതിനുള്ള പ്രിപ്പറേഷനിലേക്ക് മാറ്റി വെച്ചിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാര്യമുള്ളത്. ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഡോപ്പയിൽ ഇന്ന് നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. റീനീറ്റിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ്, എക്സാം സീരീസ്, ബാക്കി കാര്യങ്ങളെല്ലാം, മെൻറ്റർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ റീനീറ്റിനുള്ളൊരു പ്രോഗ്രാം കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ, അല്ലെങ്കിൽ നാളെ മുതൽ തന്നെയൊക്കെ ആയിട്ട് കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഈ പ്രോഗ്രാമുകൾ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീനീറ്റിനുള്ള പ്രോഗ്രാമിലേക്ക് തന്നെ നിൽക്കുക. ആര് ഈ 2026 നീറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കും, അല്ലെങ്കിൽ അത് കിട്ടിയിട്ടോ കിട്ടാതെയോ ഞാൻ സാധനം ഈ ഇതോടുകൂടി നിർത്തുകയാണ് എന്ന് വിചാരിക്കുന്നില്ല, ഇതോടുകൂടി നിർത്തണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി അതിലേക്ക് പോകണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ 2026 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവർ 2026 നീറ്റിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. മേ ബി ഈ പറയുന്ന പോലെ +2 ഇപ്പോൾ കഴിഞ്ഞ ആളുകളായിരിക്കാം, ക്രാഷിന് ജോയിൻ ചെയ്ത ആളുകളായിരിക്കാം, ചിലപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലൊക്കെ തന്നെ പഠിച്ചിട്ടും 2026 വേണ്ട 2027 ഞാൻ പോകുന്നതെന്ന് വിചാരിച്ചാണ്. ഒരു മൈനർ പെർസെൻറ്റേജ് ആണെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ട് 2027 നോക്കുന്ന ആൾക്കാരുണ്ട്. കാരണം കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് നമുക്ക് 200, 250 കിട്ടുന്നത്. ബേസൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി 2027 ഞാൻ വാങ്ങേണ്ടത് എന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. അവർ ഇന്നലെ ഉച്ചവരെ, നമ്മൾ 12-ാം തീയതി ഉച്ചയ്ക്ക് എൻട്രി ചെയ്ത് ക്യാൻസൽ ആക്കുന്നത് വരെ അവരുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത് മൊത്തം 2027 നീറ്റാണ്. 1 year ഏകദേശം ഒരു 10-12 മാസം ഇരുന്ന് വർക്ക് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് നീറ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ മനസ്സിലേക്ക് ഉണ്ടായിരുന്ന പ്ലാൻ ഉണ്ടായിരുന്നത്. അവരുടെ മനസ്സ് ആ ഒരു രീതിയിലാണ് അവരുടെ മനസ്സ് ഓർഗനൈസ്ഡ് ആവുകയും അവർ ക്രമപ്പെടുത്തി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിട്ട്
തീർച്ചയായിട്ടും ഈ ഒരു മാസം കൊണ്ട് നീറ്റ് നേടുക എന്ന് പറയുന്ന ഒരു മാരത്തോൺ റണ്ണ് അത് അത്രയ്ക്ക് പോസിബിൾ ആവുന്ന കാര്യമായിട്ടുണ്ടാവില്ല. ഇത് ക്രാഷിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകൾ ഡോപ്പയുടെയൊക്കെ നിങ്ങൾക്ക് ബാക്കിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ചാനലിൽ തന്നെ കിട്ടും. നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മാസം കൊണ്ട് സീറോന്ന് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നിങ്ങൾ യു നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദിസ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ സിലബസിൻ്റെ വാസ്റ്റ്നെസ്സിനൊന്നും അങ്ങനെ നിങ്ങൾ കാണരുത്. ഈവൻ ബയോളജി ആണെങ്കിൽ പോലും 10-28 ചാപ്റ്റേഴ്സ് 34 ചാപ്റ്റേഴ്സിൻ്റെ അടുത്തുണ്ട് ബയോളജിയിൽ. ഇത്ര ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു മാസം കൊണ്ട് നല്ല ഫ്ലുവൻ്റ് ആക്കി ഒരു തെറ്റ് പോലും വരാത്ത രൂപത്തിലേക്ക് ആക്യുറേറ്റ് ആക്കി എടുക്കുക എന്നുള്ളത് റിയലി ഡിഫിക്കൽട്ടായിട്ടുള്ള, അതായത് പണിയെടുത്താൽ കിട്ടുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് പണിയെടുത്താൽ കിട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. അതിന് ഒരു മാസം കൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. നമുക്ക് സിസ്റ്റമാറ്റിക്കലി ബിൽഡ് ചെയ്യാം, ഒരു മാസം കൊണ്ട് ഇംപ്രൂവ് ചെയ്യാം. ഡെഫിനറ്റ്ലി 100% ഒരു മാസം കൊണ്ട് വളരെയധികം കൂടുതൽ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് കാര്യം. സോ ഇഫ് യു ആർ തിങ്കിങ് ലൈക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുന്നേ ഉള്ള ഒരു പെർസ്പെക്റ്റീവ് 2027 നീറ്റ് ആയിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ഇപ്പോൾ മേ ബി കഴിഞ്ഞു പോയ നീറ്റ്, അതായത് ക്യാൻസൽ ചെയ്ത നീറ്റിലുള്ള സ്കോർ അടക്കം പരിഗണിച്ചിട്ട് ഞാൻ അടുത്ത കൊല്ലത്തേക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യാണ് എന്ന് വിചാരിച്ച ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഓപ്റ്റ് ഫോർ 2027. ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതുവരേക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ 2027 ബാച്ചുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇതിപ്പോൾ ഈ നീറ്റ് ക്യാൻസൽ ആവുന്ന മൊമെൻ്റ് വരേക്കും ആ ബാച്ചുകൾ തന്നെ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും റെസിഡൻഷ്യലായിട്ടും ഒക്കെ ബാച്ചുകൾ അന്ന് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ആ ബാച്ചുകൾ വരുന്നുണ്ടാവും. ലോപ്പയിലും അതുപോലെ തന്നെയാണ് 2027 ബാച്ചുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം 27 ബാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ റിപ്പീറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു വലിയ ഹോൾ സ്റ്റോറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന സാധനത്തിലേക്ക്, അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ്ലി ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റിലേക്ക് എത്താൻ തന്നെ 2 മാസം 3 മാസം സമയമെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ഒക്കെ തുടങ്ങിയാലാണ് നമ്മളൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ പതുക്കെ എത്താൻ തുടങ്ങുള്ളൂ. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ളി ഇൻടു ആവണം. ഈ ഫുള്ളി ഇൻടു ആവാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, മിക്കവാറും കുട്ടികൾ, കുറേയധികം പേരൻസും എല്ലാവരും വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ തീരുമാനിച്ച് നമ്മളങ്ങ് ഇറങ്ങുന്നു, ആ ഒരു മൊമെന്റ് മുതൽ നമ്മൾ ഇൻടു ആണ് എന്നുള്ളതാണ്. യൂഷ്വലി അങ്ങനെ കാണാറില്ല. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്ന ഒരു എക്സ്പീരിയൻസിലാണ് കുട്ടികൾ സമയമെടുക്കും. അത് അവരുടെ രീതികൾ, ബേസിക്കലി ദിനചര്യകൾ, പേഴ്സണാലിറ്റി, നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് 2-3 മാസം സമയം എല്ലാവരും തന്നെ എടുക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ റീനീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നീറ്റ് 2027 പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്നുള്ളത് അത്രയ്ക്ക് പോസിബിൾ ആവില്ല. ആർക്കാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയണം. നീറ്റ് 2027 തന്നെ സ്വപ്നം കണ്ട്, അതായത് 2026 അധികം എക്സ്പെക്ട് ചെയ്യാതെ 2027 ആണ് എൻ്റെ ഇയർ എന്നുള്ള കാര്യം ആദ്യം മുതലേ മനസ്സിലാക്കി വെച്ചിരുന്ന +2കാർ, ക്രാഷ് സ്റ്റുഡൻസ്, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചിട്ടും 2027 നോക്കുന്ന ആൾക്കാർ, റിപ്പീറ്റ് ചെയ്തിട്ടും 2027 നോക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി ഈ 2026 റീനീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ 2027 വേണ്ടി പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളൊരു കാര്യം തികച്ചും ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സണാലിറ്റിനെ പറ്റിയിട്ട്, അവരുടെ മെൻ്റൽ പെർസ്പെക്റ്റീവിനെ സംബന്ധിച്ചിട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരും 2026 വേണ്ടിയിട്ട് നിൽക്കണം എന്ന് പറയുന്നതിൽ ശരിയല്ല. എല്ലാവരും 2027 നിൽക്കുന്നതും ശരിയല്ല. കാരണം 2026 ആത്മാർത്ഥമായിട്ട് പരിഗണിച്ചാൽ അതിനുവേണ്ടി പണിയെടുത്താൽ ഒരു മാസം കൊണ്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു മാസം കൊണ്ട് നിങ്ങൾക്കൊരു 150-200 മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. മേ ബി 250 ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ പോട്ടെ 300 ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട് 300 ഒക്കെ, ഒരു 380 നിന്നൊക്കെ പോയിട്ട് ഒരു 670 പോയ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. ഒരു റെയറായിട്ട് ഏതൊക്കെ എക്സാമുകൾക്ക് 380 400 പോയി 650 വന്ന 680 700 അടുത്തേക്കൊക്കെ എത്ത സ്റ്റുഡൻസിനെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. റെയർ ഒക്യുറൻസ് ആണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ 300 600 ആയെന്നല്ല. 300 600 ആയ ആൾക്കാരുടെ എണ്ണം റിലേറ്റീവ്ലി കുറവാണ്, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർക്ക് 2026 റീനീറ്റ് ആയിരിക്കും. ഇനി അതല്ല, നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കലി ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, നമ്മളുടെ കോൺസെപ്റ്റുകൾ, നമ്മളുടെ ഹാർഡ് വർക്കൊന്നും അത്രയ്ക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2027 ആണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലുണ്ട്, ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് നോ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ലാത്ത ആൾക്കാർ. ദേ ആർ ദ മൂന്നാമത്തെ ഗ്രൂപ്പ്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് 2026 വേണ്ടി ട്രൈ ചെയ്യുന്നത്, 2027 ഗ്രൂപ്പിൽ നിന്ന് സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ലൈനിൽ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരോട്, അതായത് നിങ്ങൾക്ക് അറിയില്ല, റിയലി കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ ഇത് നോക്കണോ അത് നോക്കണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കാം. ഹാവ് യു ട്രൈഡ് ഫോർ 2026 എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2026 വേണ്ടിയിട്ട് കാര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ കാര്യമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഗോ ഫോർ 2026. ഇനി ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക, കമ്മിറ്റഡ് ആയിട്ട് ട്രൈ ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഇങ്ങനെ 2026 ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അധ്വാനിച്ച് വന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങനെ അധ്വാനിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ 2027 എന്നാ പറയാം. സോ പ്രിപ്പറേഷനിൽ ഇപ്പോൾ ഒരു ഡുവാലിറ്റി ഉണ്ട്, സീരിയസ്ലി ഉണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് അത് ഫീൽ ചെയ്യുന്നു എന്നറിയില്ല. നമ്മളുടെ ഇടയിലേക്ക് വരുന്ന അഡ്മിഷൻ എൻക്വയറികളൊക്കെ, ഇപ്പോൾ 2027 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത് വെച്ചിരുന്ന കുട്ടികളുണ്ട്. അവരിൽ പല ആൾക്കാരും ചോദിക്കുന്നത് എന്നാൽ പിന്നെ 2026 കൂടി കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നോട്ട് സജസ്റ്റഡ് ഫോർ യു. വൈ? ബിക്കോസ് നീ ഓൾറെഡി 2026 കിട്ടില്ല എന്ന് മനസ്സിൽ കണ്ട ആൾക്കാരാണ്.
അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഡോണ്ട് തിങ്ക് ലൈക്ക് ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ പ്രോസസ്. ഭയങ്കര സിമ്പിളായിട്ട് ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. എല്ലാ ആൾക്കാരും എവറി ടോപ്പേഴ്സ് ദാറ്റ് ഈസ് ലൈക്ക് ഈ ഒരു 680, 690, 700, 715 ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ അത് ഇയേഴ്സിൻ്റെ പ്രിപ്പറേഷനാണ്. 1 or 2 years ഒക്കെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൊക്കെ പഠിച്ച് റിപ്പീറ്റൊക്കെ ചെയ്ത് അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഇവർക്ക് ഈ പറയുന്ന സ്കോറിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ജസ്റ്റ് കൺക്ലൂഡിങ് ദിസ് തിങ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ആൻഡ് ഇഫ് യു ആർ ഇൻ കൺഫ്യൂഷൻ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് തിങ്. നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം ആയിരുന്നു, നമ്മളുടെ എഫേർട്സും നമ്മൾ ട്രൈ എത്രത്തോളം ബെറ്റർ ആയിരുന്നു ആലോചിക്കുക. അടിപൊളിയായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഗോ ഫോർ 2026. അതല്ലെങ്കിൽ ഇനി വേറൊരു കാര്യമുണ്ട്, ഡൗട്ടഡ് ആണ്. ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഡൗട്ടഡ് ആണെന്നുണ്ടെങ്കിൽ 2027 പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം ഒരു സ്ലൈറ്റസ്റ്റ് എമൗണ്ട് ഓഫ് ഡൗട്ടുള്ള ആൾക്കാർക്കും ഒരു മാസം കൊണ്ട് നീറ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കമ്മിറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. സപ്പോസ് ഇഫ് യു ആർ ഡൗട്ടഡ്, 2027 ഈസ് യുവർ ചോയ്സ്. ഇതാണ് നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ്. ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിച്ചിട്ട് മാത്രമാണ് പറയുന്നുണ്ടാവുക. നിങ്ങളുടേതായിട്ടുള്ളൊരു ചോയ്സ്, ഫൈനൽ ഡിസിഷൻ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കായിട്ട് വിട്ടുതരാണ്. നിങ്ങളുടെ ചോയ്സായിട്ട് മാത്രം എടുക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി എന്തെങ്കിലും സംശയങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രൂപത്തിലോ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രൂപത്തിലോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാം.